ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വസന്ത ഓർക്കിഡ്സിൻ്റെ ടെറസിലുള്ള പിച്ചിമുല്ലയാണ്. ഞങ്ങളിതിനെ 2 ഡ്രമ്മിലായിട്ടാണ് നട്ടിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പേര് മൈസൂർ പിച്ചി എന്നാണ്. വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ എനിക്ക് മുട്ടുകൾ പറിക്കാൻ പറ്റിയില്ല. അവ ഇന്ന് വിരിഞ്ഞ് വെയിലേറ്റ് അല്പം വാടിയാണ് നിൽക്കുന്നത്. ലൈറ്റ് പിങ്ക് കളറിൽ കാണുന്നവയാണ് ഇന്നത്തെ മുട്ടുകൾ. ഞാൻ അവയെല്ലാം പറിക്കാൻ പോവുകയാണ്. എല്ലാ ജൂൺ മാസവും ഡിസംബർ മാസവും ഞങ്ങൾ ഹൈ പ്രൂണിങ് ചെയ്യാറുണ്ട്. അതിനുശേഷം വളമിട്ട് കഴിയുമ്പോൾ ഇവ തിളിർത്ത് ധാരാളം മുട്ടുകൾ ഇതിലുണ്ടാവും. പിച്ചിമുല്ല കൊണ്ട് മാല കെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ മുട്ടുകളൊക്കെ പറിക്കുന്നത്. അപ്പോൾ തോന്നി മുട്ട് പറിക്കുന്ന വീഡിയോ ആദ്യം തന്നെ കാണിക്കാമെന്ന്. ഇതിൻ്റെ തണ്ടിന് അല്പം കട്ടിയുള്ളതാണ്. തണ്ട് കട്ടിയുള്ളത് കൊണ്ട് നമ്മൾ മാല കെട്ടുമ്പോൾ മുറിഞ്ഞു പോകാറില്ല. ഇവിടെ ടെറസിൽ ഞങ്ങൾ 8 വെറൈറ്റി മുല്ല നട്ടു വളർത്തുന്നുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ മുട്ടുകളൊക്കെ പറിച്ചു തീരാൻ തന്നെ കുറേ നേരമെടുക്കും. വെയിലാറുന്നതിന് മുമ്പ് തന്നെ ഇവയെല്ലാം പറിച്ചു തീർക്കണം. ഇവ വിരിയാൻ തുടങ്ങിയാൽ പിന്നെ മാല കെട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. നമ്മൾ കെട്ടുന്നതിൻ്റെ നൂലിൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ ഇതളുകളൊക്കെ കയറിയിട്ട് കൊഴിഞ്ഞു വീഴാറുണ്ട്. മാല കെട്ടുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ മുല്ല വളർത്തുകയാണെങ്കിൽ നമുക്ക് പൂജാമുറിയിൽ ചാർത്തുവാനും ഒരു ഫംഗ്ഷന് പോകുവാനും തലയിൽ ചൂടാനും ഒക്കെ ഉപകരിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ എല്ലാ മുട്ടുകളും പറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്ന അല്പം റെഡിഷായ മുട്ടുകളൊക്കെ നാളത്തേതാണ്. ഇനി ഞാൻ പറിച്ചു കഴിഞ്ഞ മുട്ടുകൾ എത്രയുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് മുട്ടുകൾ കോർക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം ഒരു 1 ഇഞ്ച് സ്ക്വയർ കാർഡ്ബോർഡ് ബലത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട്. സൂചിയുടെ ഒരു വശം മുട്ടുകൾ വരുന്നത് പോലെ ക്രോസായി വി ഷേപ്പിലാണ് കോർക്കുന്നത്. ഒരു വശം മുട്ടുകൾ മാത്രവും മറ്റേ വശം അവയുടെ തണ്ടുകൾ വരുന്നതുപോലെയുമാണ് കോർക്കേണ്ടത്. മുട്ടുകൾ കെട്ടുന്നതിനേക്കാളും കോർക്കുന്നതാണ് വളരെ എളുപ്പം. എല്ലാ മുട്ടുകളും കോർത്ത ശേഷം തലയിൽ ചൂടുമ്പോൾ കൂടുതൽ ഭംഗി തോന്നാൻ ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ എല്ലാ മുട്ടുകളും ഞാൻ കോർത്തു കഴിഞ്ഞു. നൂലിൻ്റെ 2 അറ്റവും ഞാൻ ഇനി കൂട്ടിക്കെട്ടാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സർക്കിൾ ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ഞാനൊരു ട്രിക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന്. അത് ചെയ്യുവാൻ പോവുകയാണ്. നന്നായി നോക്കിക്കോളൂ. ഞാൻ നല്ലതുപോലെ കടുങ്കെട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതൊരു സർക്കിൾ ഷേപ്പിലാണ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം ഇനി ചെയ്യാൻ പോവുകയാണ്. പൂക്കളൊക്കെ ഒന്നുകൂടി മുകൾ വശത്തേക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം ഈ സർക്കിളിൻ്റെ താഴത്തെ ഭാഗം ഇടവും വലവും ആയുള്ള സെൻറ്റർ പോർഷനിൽ പിടിച്ച് താഴെയുള്ള ഭാഗം ഞാൻ മുകളിലോട്ട് മടക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് കൊണ്ട് മുട്ടുകൾ നല്ല തിക്കായി കൂടുതൽ ഭംഗിയായി തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തത്
തലയിൽ പുട്ടപ്പിനു ചുറ്റും വയ്ക്കുകയോ അല്ലെങ്കിൽ റാ ഷേപ്പിൽ ചൂടുകയോ ചെയ്താൽ വളരെ ഭംഗിയായി തോന്നും. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.